ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇതുപോലെ പൊട്ടിയ ഒരു സ്റ്റൂളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ട് ഒരു അടിപൊളി ഐറ്റം ആക്കി മാറ്റണം. ഇപ്പം നല്ലൊരു സ്റ്റൂളായിരുന്നു കേട്ടോ ഇത്. ഒരുപാട് നാളുകൊണ്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല കട്ടിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ ഇത് പൊട്ടി കാലകത്തേക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കളയണ്ട, ഇതൊന്ന് മാറ്റിയെടുക്കാമെന്ന്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള പഴയ കുറച്ച് സാധനങ്ങൾ മതി കേട്ടോ. ഒരു പൈസ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ്ബോർഡ് പീസ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു സൈസിന് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ഒരു സ്റ്റൂൾ തിരിച്ചു വയ്ക്കുക, ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിനുള്ള പീസ് കിട്ടും. നമ്മുടെ ഇതിനകത്തേക്ക് വെച്ചാൽ ഇങ്ങനെ ഫിറ്റായിട്ട് ഇരിക്കും. എന്തായാലും ബാക്ക് ഭാഗം പൊട്ടിയതല്ലേ, അപ്പോൾ നമുക്കിതുപോലെ കാർഡ്ബോർഡ് പീസിൻ്റെ ആവശ്യം ഉണ്ടാവും. പിന്നെ കുറച്ച് കാർഡ്ബോർഡ് പീസും കൂടെ വേണം, ചെറിയ പീസസ്. ഇതുപോലെ 4 പീസ്. അതെന്തിനാണെന്ന് വെച്ചാൽ 4 പീസും ഏകദേശം ഒരളവിൽ എടുക്കുക കേട്ടോ. അതിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ഇങ്ങനെ സൈഡിലേക്ക് വെക്കുന്ന സമയത്ത് ഫിറ്റായിട്ട് ഇരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇരിക്കുന്ന രീതിയിൽ 4 പീസ് മുറിച്ചെടുക്കുക. നല്ല ഫില്ലായിട്ട് ഇങ്ങനെ ഇരിക്കണം. അതുപോലെ 4 സൈഡിലത്തേക്ക് വേണ്ടിയിട്ടാണ് 4 പീസ് ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തത്. അപ്പം നമ്മുടെ മിഡിൽ ഭാഗത്ത് കണ്ടോ കുറച്ച് ഹോൾസ് ഉണ്ട് കേട്ടോ, 4 ഭാഗത്ത്. അത് നമ്മൾ ഫില്ല് ചെയ്യണമെങ്കിൽ ഫില്ല് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ വിട്ടിരിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ ഒരു പഴയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇത് തുണി അത്ര പഴയതായിട്ടില്ല, പക്ഷേ ഇത് കുറച്ച് ഉരുകിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഒരു പഴയ ടോപ്പാണ് എടുത്തിരിക്കുന്നത്, നൈറ്റ് ഡ്രസ്സിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ എടുക്കാം. എന്തായാലും ആ ഒരു കൈയുടെയും കഴുത്തിൻ്റെയും ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം എടുക്കാം. ഇപ്പം ഞാൻ കുറച്ചൊരു ഭാഗം എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ, ഇതുപോലത്തെ ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു ചീത്ത ഭാഗത്ത് വേണം വെക്കാൻ. വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ വെച്ചതിന് ശേഷം ഈ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞൊന്ന് ഷേപ്പാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. പിന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗണ്ണെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ സൈഡുകളൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതെന്ന് വെച്ചാൽ കറക്റ്റ് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡുകൾ 4 കോർണറും ആ ഒരു കാർഡ്ബോർഡിൻ്റെ അവിടെ വെച്ചിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ കറക്റ്റ് നമുക്കിത് ഫോൾഡ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ചുളിവുകൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് 4 സൈഡും അങ്ങോട്ട് വലിച്ച് ടൈറ്റായിട്ട് ഒട്ടിക്കുകയാണ്. ഇതൊരു ബനിയൻ ക്ലോത്താണ് കേട്ടോ, അതുകൊണ്ട് കറക്റ്റ് ടൈറ്റായിട്ട് വലിച്ച് ഒട്ടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനായിട്ട് പഴയ ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ എന്ത് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ നൈറ്റിയോ എന്ത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് ഭംഗിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഇരിക്കും. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ എന്തായാലും വേണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ഫുൾ ഭാഗം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ ഫുള്ള് ഒട്ടിച്ചെടുത്തതാണ് ഇത്. നല്ല അപ്പോൾ തന്നെ ഉണങ്ങി കിട്ടും. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുള്ളൊരു ബോർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ലാസ്റ്റ് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ പൊട്ടിയ സ്റ്റൂളിൻ്റെ ബാക്കി ഭാഗങ്ങൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ കാർഡ്ബോർഡ് പീസില്ലേ, അത് നമുക്ക് ഇവിടെ ഒട്ടിച്ച് കൊടുക്കണം. ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഹോട്ട് ഗ്ലൂ ഗൺ തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് ഗ്ലൂ തേച്ചതിന് ശേഷം കറക്റ്റ് ആ ഒരു 2 സൈഡിൽ പ്ലാസ്റ്റിക്കിന് കറക്റ്റായി വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പം ആ ഭാഗത്ത് ഇതുപോലെ തന്നെ അങ്ങ് ഫില്ല് ചെയ്യുക. അപ്പോൾ 2 സൈഡും ഇപ്പോൾ ഒട്ടിയിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ തേച്ചാൽ അപ്പം തന്നെ ഒട്ടിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തേച്ചിട്ട് മറ്റേ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഈ ഗ്ലൂ ഉണങ്ങിപ്പോവും, പിന്നെ കറക്റ്റായിട്ട് ഒട്ടിയിരിക്കില്ല. അപ്പോൾ ഇതുപോലെ 4 സൈഡും കറക്റ്റ് ഒരുപോലെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഒട്ടിച്ചെടുത്തതാണിത്. ഞാനിപ്പോൾ ഒരു സൈഡേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് 4 സൈഡ്. പിന്നെ ആ ഒരു 4 സൈഡിലെയും ആ ഒരു മിഡിലുള്ള ഗ്യാപ്പ് അതുപോലെ തന്നെ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ ഫില്ല് ചെയ്യണമെന്ന് തോന്നിയത് നേരത്തെ പറഞ്ഞ പോലെ അവിടെയും കൂടെ ഫില്ല് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് മിഡിൽ ഭാഗം എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ സ്റ്റൂളൊക്കെ ആണെങ്കിൽ പില്ലോ കവർ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ചെറുതാണെങ്കിലും പില്ലോ കവർ ഇതിനകത്ത് ഫിറ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലോത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിലോട്ട് ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കറക്റ്റ് എത്ര വേണമെന്ന് നോക്കുക. അപ്പോൾ അതിന് ടേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതിയാവും. നമുക്ക് എത്ര വേണ്ടി വരുമെന്ന് മനസ്സിലാവും. എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ടോപ്പിൻ്റെ ഏകദേശം ഫുൾ ഭാഗം ഉണ്ടെങ്കിലേ ഇത് കറക്റ്റ് ഒട്ടിക്കാൻ പറ്റുള്ളൂ. കണ്ടോ,
ഇങ്ങനെ വെക്കുക. അകത്തേക്ക് ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുത്താൽ മതി. നല്ല ഭാഗമാണ് ഇങ്ങനെ പുറമേ കാണേണ്ടത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ദാ ഈ ഒരു 4 സൈഡും വലിച്ചൊട്ടിക്കണം. എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലീറ്റ്സ് എടുത്ത് വെക്കുകയാണെങ്കിലും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ദാ ഇവിടം വരെ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കണം. ഈ ഒരു സൈഡ് താഴത്തെ ഭാഗത്തൊരു ഭംഗിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല, അതങ്ങനെ തന്നെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ 4 സൈഡും ഇതുപോലെ കറക്റ്റാക്കി ഒരുപോലെ വെച്ച ശേഷമാണ് ഒട്ടിക്കാൻ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ടിരിക്കില്ല. അപ്പം ഈ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമുക്ക് ഈ 4 സൈഡും നന്നായിട്ട് ഫുള്ള് ഒട്ടിച്ചിട്ട് എടുക്കാം. ഇപ്പം ഞാൻ ഉൾഭാഗം ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉൾഭാഗത്ത് ഇതാ ഇങ്ങനെയാണ് കാണുന്നത് ഒട്ടിച്ചെടുത്തപ്പോൾ. നമുക്ക് ഇനി ഈ ഒരു മിഡിൽ ഭാഗത്ത് ഈ ഒരു സാധനം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത കാർഡ്ബോർഡിൻ്റെ പീസില്ലേ, അത് വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭംഗിയില്ലാത്ത ഭാഗമൊക്കെ മറഞ്ഞിരിക്കും. അപ്പോൾ ഇതും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് ഗ്ലൂ ഗൺ തേച്ചതിന് ശേഷം അകത്തേക്ക് ഇതങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് നന്നായിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ അതങ്ങനെ അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക. കണ്ടോ, കറക്റ്റ് ഇതാ ഇങ്ങനെ ഫിറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒട്ടിക്കുവാണെങ്കിൽ പിന്നെ ഇത് ഇളകി പോരില്ല, അങ്ങനെ തന്നെ എപ്പോഴും ഇരിക്കുന്നതാണ്. ഇനി നമുക്ക് താഴത്തെ ഭാഗം നോക്കാം. അപ്പോൾ പുറമേ ഉള്ള താഴത്തെ ഭാഗം ഇതുപോലെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ചിങ്ങനെ എക്സ്ട്രാ കിടക്കുന്നുണ്ട്, താഴോട്ട് നമുക്ക് വീതി കുറവാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ ചെറിയ സാരിയിലൊക്കെ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ ഇങ്ങനെ ചെറുതായിട്ട് കുഞ്ഞു പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതൊരു ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം, പക്ഷേ കട്ട് ചെയ്ത് കളയുന്നേക്കാളും ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്നതാണ് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫുള്ള് ഇതാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗം, അതായത് അടിഭാഗം ബേസ് നമ്മൾ ഒട്ടിക്കേണ്ട ആവശ്യമില്ല, അത് ആരും കാണുന്നില്ലാത്ത ഭാഗമാണ്. അപ്പോൾ അത് ഒട്ടിക്കുന്നില്ല, ബാക്കി പുറമേ ഉള്ള ഭാഗം ഫുള്ള് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. ഫുള്ള് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. താഴത്തോട്ട് നമ്മൾ ചെറിയ ഫ്ലീറ്റ്സ് എടുത്തിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സാറ്റൻ റിബൺ വെച്ചിട്ട് ഫുള്ളൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് ജസ്റ്റ് ഭംഗിക്ക് മാത്രം കെട്ടുന്നതാണ് കേട്ടോ, ഇതിൻ്റെ ആവശ്യം ഇല്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. അപ്പോൾ ഞാനിപ്പം എന്തായാലും കെട്ടിക്കൊടുക്കുകയാണ് ഒരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കിത് അത്ര മാച്ച് ആവുന്ന ഒരു റിബൺ കിട്ടിയില്ല. എൻ്റെ കയ്യിലുള്ള ഒരു പിങ്ക് റിബൺ വെച്ചിട്ടാണ് ഞാനിത് കെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു ബോ പോലെയൊക്കെ കെട്ടില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ആദ്യം ഒന്ന് ടൈറ്റാക്കി കെട്ടിയതിന് ശേഷം ബോ പോലെ നന്നായിട്ടൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ ഒരു ചെറിയ പൂ പോലത്തെ ഭംഗിയൊക്കെ വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭംഗിയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അത് അവിടെ ഒട്ടിച്ച് വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ കണ്ടതാ, ഇതുപോലെയാണ് ഞാൻ ബോ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ റിബണിൻ്റെ താഴത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് 2 സൈഡും ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു ലോണ്ട്രി ബാസ്ക്കറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ടോയ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കളിച്ചതിന് ശേഷം ടോയ്സ് അവർ തന്നെ ഇതിനകത്ത് പെറുക്കി വെച്ചോളും. അല്ലെന്നുണ്ടെങ്കിൽ റൂമിൻ്റെ ഒരു കോർണറിൽ വെച്ചിട്ട് ലോണ്ട്രിയൊക്കെ അഴുക്കായ ഡ്രസ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് വെക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം, എങ്കിലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. താങ്ക് യു.